ആ രണ്ടാമത്തെ വർഷം 2024 23 ആദ്യത്തെ വർഷം മുഖ്യമന്ത്രി തന്നെയായിരുന്നു മമതാ ബാനർജി. രണ്ടാമത്തെ വർഷം വരണ വല്ല സാധിക്കുന്നുണ്ട്. 2 വർഷങ്ങൾ ഗവർണർ എന്ന നിലയിൽ ബംഗാളിൽ എനിക്ക് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വർഷങ്ങളായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേരാൻ ഞാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് എനിക്ക് കരുതുന്നത്. ബംഗാളിലെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും ഞാൻ വളരെയധികം വിലമതിക്കുന്നു. അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ടുകൊണ്ട് 3-ാം വർഷത്തിൽ കൂടുതൽ നല്ലതുപോലെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർ, പുതിയതായിട്ട് വല്ല ഇതുവരെ രാജ്യപാൽ ചെയ്തായിരുന്നു, അത് പുതിയതായിട്ട് പരിപാടി വല്ലതും ഉണ്ട് 2 വർഷം? 3-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ പ്രവർത്തന പദ്ധതി, കർമ്മപദ്ധതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിന് പൊതുവെ കൊടുത്തിരിക്കുന്ന പേര് അപ്ന ഭാരത് ജഗ്ത ബംഗാൾ എന്നാണ്. വികസിത ഭാരതം എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സങ്കല്പം, അത് വികസിത ബംഗാളിലൂടെ നടപ്പാക്കുക എന്നതിനാണ് ഊന്നൽ നൽകുന്നത്. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പല പദ്ധതികളും ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭരണം പടിവാതിൽക്കൽ, അതുപോലെ ഒരു ഘട്ടത്തിൽ ജില്ലാ കളക്ടർ എന്ന നിലയിൽ കേരളത്തിൽ ഞാൻ നടപ്പാക്കിയ ഫയൽ ടു ഫീൽഡ്, ഫയലിൽ നിന്ന് വയലിലേക്ക്, അതുപോലെ വിവിധങ്ങളായ പദ്ധതികൾ ജനങ്ങളെ കേന്ദ്രബിന്ദുവാക്കി കണ്ടുകൊണ്ട് ഉള്ള പദ്ധതികൾ നടപ്പാക്കുന്നു. 250-ലധികം ഫീൽഡ് വിസിറ്റ് നടത്തുന്നതായിരിക്കും. ജനങ്ങളെ തേടി പോവുക എന്നതാണ്. ജനങ്ങൾ ഗവർണറെ തേടി ഇങ്ങോട്ട് വരിക എന്നതല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനോപകാരപ്രദമായ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുക. ജനങ്ങൾക്ക് വിളിക്കാൻ ഒരു വിളിപ്പാടകലെ ഒരു ഗവർണറുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തന ശൈലി മാറ്റുക. അതായിരിക്കും ഇനി വരാൻ പോകുന്ന 3-ാം വർഷത്തിലെ എൻ്റെ പ്രവർത്തനങ്ങൾ മുഖമുദ്ര എന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ പ്ലാനിട്ടിരിക്കുന്നത്.